നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് വീഡിയോയുടെ ആദ്യം തന്നെ കണ്ടത്. ഈ അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രീ ആംബ് അല്ലെങ്കിൽ ഒരു DSP പ്രോസസ്സർ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. ഇതിന് വളരെ പ്രത്യേകത ഉണ്ട്. ഈ ഒരു സാധനം നമ്മുടെ നാട്ടിൽ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല. അപ്പം മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ കയ്യിലാണ് ഈ സാധനം വന്നിട്ടുള്ളത് എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. വളരെ വിപുലമായിട്ട് വളരെ അധികം മാർക്കറ്റിലുള്ള ഒരു പ്രോഡക്റ്റാണ് KTV എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് കെറോക്കെ മെഷീൻസ് തന്നെയാണ് ഇത് സംഭവം. അപ്പം ഇത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെറോക്കെ സാധാരണ സ്റ്റീരിയോ ആയിട്ടാണ് നമുക്ക് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ മോണോ അല്ലെങ്കിൽ സ്റ്റീരിയോ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ബോക്സസ് ഉണ്ട്, ബൂം ബോക്സസ് പോലത്തെ. ബൂം ബോക്സസ് എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടു നടക്കാൻ പറ്റുന്ന വീലൊക്കെ ഉള്ള ടൈപ്പ് ബോക്സസ് വരുന്നുണ്ട്, മൈക്കടക്കമുള്ള. അപ്പം അതിൻ്റെ അങ്ങോട്ട് കൂടുതൽ സൗകര്യമുള്ള ഒരു സംഭവമാണ് ഈ KTV പ്രോസസ്സർ അല്ലെങ്കിൽ ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഇപ്പോൾ DigiProന്റെ പേരിലാണ് പുള്ളി ഇതിവിടെ നമ്മുടെ നാട്ടിൽ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് മോണോ, നമ്മുടെ നാട്ടിലുള്ളത് മോണോ സ്പീക്കറിലാണ്. ഇത് മോണോ സ്പീക്കർ അല്ലെങ്കിൽ മാക്സിമം പോയ സ്റ്റീരിയോ. ഇത് മോണോ മാത്രമല്ല, മോണോ സ്റ്റീരിയോ മാത്രമല്ല, ഇത് സറൗണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ സറൗണ്ട് സെറ്റപ്പിൽ ഒരു കെറോക്കെ മെഷീൻ വരുന്നതാണ്. 5.1 സറൗണ്ടിൽ നമുക്ക് കെറോക്കെ നടത്താൻ പറ്റും, ഒരു കെറോക്കെ ഗാനമേള നടത്താൻ പറ്റും. അത് നമ്മുടെ ഇത് മെയിനായിട്ട് പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത് കൺസ്യൂമർ ലെവലിലുള്ള ഒരു സാധനമാണ്. കൺസ്യൂമർ പ്രോഡക്റ്റ് നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമായിട്ടാണ് പുള്ളി ഇത് ഡിസൈൻ ചെയ്തിട്ട് ഇറക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇത് എങ്ങനെയാണ്, ഇപ്പം DigiPro എന്ന പേരിലാണ് ഈ ഒരു ഇലക്ട്രോണിക് ട്യൂബ് ഓഡിയോ പ്രീആംബ് പ്രോസസ്സർ ഇറങ്ങിയിട്ടുള്ളത്. ഇതിൽ കാര്യമായിട്ട് വരുന്നത് ട്യൂബ് ആംപ്ലിഫയർ. ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണ നമ്മുടെ ഈ കെറോക്കെ സ്പീക്കേഴ്സിലൊന്നും ട്യൂബ് ആംപ്ലിഫയേഴ്സ് ഒന്നും വരാറില്ല. ട്യൂബ് പ്രീ ആംപ്ലിഫയേഴ്സ് ഒന്നും വരില്ല. ഇപ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ട്യൂബ് വരുള്ളൂ. ഇപ്പം കുറച്ച് കാലമായിട്ട് ഒരു 2-3 വർഷങ്ങളായിട്ട് ട്യൂബിനോട് വീണ്ടും ആൾക്കാർക്ക് താല്പര്യമൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ഈ ഫോസി പോലെയുള്ള ആൾക്കാർ, കമ്പനികളൊക്കെ പ്രീ ആംബുകൾ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ ചെറിയ കാശിന് നമുക്ക് ട്യൂബ് എന്ന് പറയപ്പെടുന്ന ഒരു സാധനം വെച്ചിട്ട് പ്രീ ആംബുകൾ ഇറക്കുന്നുണ്ട്. ട്യൂബ് ഒരു എന്താ പറയുക, ഡെക്കറേഷന് മാത്രമേ അതിൻ്റെ അത് ഉണ്ടാവാറുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ഇലക്ട്രോണിക് ആണ് അത് കൈകാര്യം ചെയ്തിട്ട്. ട്യൂബ് ജസ്റ്റ് ഒന്ന് ഓണായി കിടക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ അതുകൊണ്ട് അല്ലാത്ത നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ട്യൂബ് പ്രീ ആംപ്ലിഫയർ ആണ്. ട്യൂബ് പ്രീ ആംബ് കാര്യമായിട്ട് വരുന്നത് മൈക്ക് ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ 4 മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്. 4 ഇൻപുട്ട് വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. പിന്നെ ഈ ട്യൂബ് 2 ട്യൂബ്സ് ആണ് വരുന്നത്. അത് ഏതാണ് ട്യൂബ്സ് എന്നുള്ള എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഒരു ഗ്രീൻ കളറിലാണ് ഈ ട്യൂബൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഗ്രീൻ കളറിലുള്ള ട്യൂബൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മാക്കിൻടോഷിൻ്റെ പ്രോഡക്റ്റുകളാണ്. അതിൻ്റെ മാക്കിൻടോഷ് പ്രോഡക്ട്സിലെ ആംപ്ലിഫയേഴ്സിലൊക്കെ അതിൻ്റെ ഒരു കളർ എപ്പോഴും വരുന്നത് ഗ്രീൻ കളറിലാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ മാക്കിൻടോഷിൻ്റെ ഒരു സംഭവമാണ് എനിക്ക് ഇതിൽ തോന്നുന്നത്, ഗ്രീൻ കളറിൽ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിനെ ഓർമ്മിക്കുന്ന രീതിയിൽ 2 ട്യൂബ് വരുന്നുണ്ട്. അപ്പോൾ ആ 2 ട്യൂബ് എനിക്ക് തോന്നുന്നത് ഈ 4 മൈക്ക് ഇൻപുട്ടിനാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 4 TS ആണോ TRS ആണോ എന്നുള്ള അറിയില്ല. 4 ഇൻപുട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മൈക്കിന് വേണ്ടിയിട്ട് 4 വരുന്നുണ്ട്. അതിന് തന്നെ ഒരു കൺട്രോളറുണ്ട്, ഗെയിൻ കൺട്രോളറാണ് അതിന് വരുന്നത്. ഗെയിൻ കൺട്രോളർ നമുക്ക് സാധാരണ പെട്ടെന്ന് ആക്സസിബിലിറ്റി ഉള്ള ടൈപ്പല്ല. നമ്മൾ ചെറിയ സ്ക്രൂ ഡ്രൈവർ, മൈനസ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ആ രീതിയിലുള്ള ഗെയിൻ കൺട്രോളറാണ്. സാധാരണ പ്രൊഫഷണൽ ആംപ്ലിഫയേഴ്സിനൊക്കെയാണ് നമ്മൾ സാധാരണ അങ്ങനത്തെ അതിൻ്റെ പ്രൊഫഷണൽ ആംപ്ലിഫയേഴ്സിനൊക്കെയാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവുന്നത്. ആ ഒരു രീതിയിൽ ആണ് അതിൻ്റെ വോളിയം കൺട്രോളർ ഉണ്ട്. അത് കൂടാതെ തന്നെ ഗെയിൻ കൺട്രോളറാണ് അത് വരുന്നത്. ഗെയിൻ കൺട്രോൾ കൂടാതെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു റിമോട്ടും വരുന്നുണ്ട്. അപ്പോൾ റിമോട്ടിൽ നമുക്ക് വോളിയം, മൈക്കിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം 4 മൈക്കിനുള്ള ഏതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം വോളിയം കൺട്രോളർ ഉണ്ട്, മ്യൂസിക് കൺട്രോളർ ഉണ്ട്, മ്യൂസിക്കിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പിന്നെ എഫക്ട്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻപുട്ട് വരുന്നത് ഈ അനലോഗ് ഇൻപുട്ട് വരുന്നത് ഈ 4 വരുന്നത്. പിന്നെ അത് കൂടാണ്ട് 2 pairs ഓഫ് RC ഇൻപുട്ട്സും വരുന്നുണ്ട്.
ലൈൻ ഇൻപുട്ടായിട്ട് ലൈൻ 1 ലൈൻ 2 എന്നുകൊണ്ട് 2 RC ഇൻപുട്സ് വരുന്നുണ്ട്. അതാണ് അനലോഗ് ഇൻപുട്സ് അതിനകത്ത് വരുന്നത്. അത് കൂടാണ്ട് ഡിജിറ്റൽ ഇൻപുട്സും ഇതിൻ്റെ അത് വരുന്നുണ്ട്. ഡിജിറ്റൽ ഇൻപുട്സിൽ വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു MP3 USB കണക്ട് ചെയ്യാനുള്ള സംവിധാനം അതിൻ്റെ അത് വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ബാക്കിൽ വരുന്നത് ഒരു ടോസ് ലിങ്ക് വരുന്നുണ്ട്, ഒപ്റ്റിക്കൽ ടോസ് ലിങ്ക് വരുന്നുണ്ട്. പിന്നെ കോആക്സിൽ ഒന്ന് വരുന്നുണ്ട്, അതുകൊണ്ട്. പിന്നെ കൂടാതെ നമുക്കൊരു ബ്ലൂടൂത്തിൻ്റെ ഒരു ആൻറ്റിനയാണ് നമ്മൾ ഇവിടെ ബാക്കിൽ കാണുന്നത്. ഇങ്ങനെ 4 രീതിയിലുള്ള ഡിജിറ്റൽ ഇൻപുട്സ് വരുന്നുണ്ട്. ഐ മീൻ USB ഉൾപ്പെടെയാണ് ഞാൻ ഡിജിറ്റൽ ഇൻപുട്സ് എന്ന് പറയുന്നത്. USB-യിൽ നമുക്ക് MP3 ഫോർമാറ്റാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അതുകൂടാതെ തന്നെ ഒരു മുകളിൽ ഈ MP3 USB-ൻ്റെ മുകളിൽ തന്നെ ഒരു USB-B കണക്ടിവിറ്റിയും കൂടി ഉണ്ട്. ആ USB-B കണക്ടിവിറ്റിയിൽ നമുക്ക് ഇതിൻ്റെ ഇതിനൊരു DSP വരുന്നുണ്ട്. ആ DSP വിൻഡോസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എനിക്കത് DSP സോഫ്റ്റ്വെയർ അയച്ചു തന്നിരുന്നു, പക്ഷെ എനിക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ കയ്യിൽ മാക്കിൻടോഷ് മാത്രമേ ഉള്ളൂ, മാക് PCs മാത്രമേ ഉള്ളൂ. വിൻഡോസ് PC ഇല്ലാത്തതുകൊണ്ട് അത് എനിക്ക് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ എന്നുള്ളതൊന്നും എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു DSP പ്രോസസ്സറിൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇതിൽ സാധാരണ നമ്മുടെ റിമോട്ടോ അല്ലെങ്കിൽ ഇതിലുള്ള സ്വിച്ചസ് അല്ലാതെ തന്നെ നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും സംഭവങ്ങളാണ് വരുന്നത്. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്ക് ഇൻപുട്ടിൻ്റെ ലെവലാണ്, പിന്നെ ഔട്ട്പുട്ടിൻ്റെ ലെവലുകളുണ്ട്. പിന്നെ അതുകൂടാതെ റെക്കോർഡ് ഔട്ട്പുട്ടും അതിൻ്റെ അത് വരുന്നത്. RC ഔട്ട്പുട്ട് തന്നെയാണ് അതിൽ റെക്കോർഡ് ഔട്ട്പുട്ട് വരുന്നത്. ഇത്രയും സംഭവങ്ങളാണ് അതിൻ്റെ അത് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്നുള്ള നോക്കാം. EQ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇൻബിൽഡ് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന EQ കാര്യങ്ങളൊക്കെ അത് നോക്കി നോക്കാം. EQ-ൽ മുകളിൽ 2 എണ്ണം വരുന്നുണ്ട്. മുകളിൽ വരുന്നത് നമ്മുടെ മ്യൂസിക് പ്ലേ ബാക്കിൻ്റെ ആണ്, EQ ആണ്. പിന്നെ താഴത്ത് വരുന്നത് നമ്മുടെ മൈക്കിൻ്റെ ആണ്. അതിൻ്റെ ഒരു എംബ്ലം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ട്രബിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. +1 ഇപ്പോൾ ഉള്ളത്. ട്രബിൾ 1, 2, 3, 4, 5 +5 +6. അപ്പോൾ മൈക്ക് ട്രബിൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് അതിൻ്റെ അത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എങ്ങനെയുണ്ട് അതിൻ്റെ എഫക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ. ഞാൻ ഇതിൻ്റെ അകത്ത് യാതൊരുവിധ എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. എന്താണോ റോ ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇത് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മൈക്ക് നേരെ നമ്മുടെ ഈ പ്രിയാമ്പിലേക്കാണ് പോയിട്ടുള്ളത്. ഈ പ്രിയാമ്പിൽ നിന്ന് നേരെ നമ്മുടെ ഫോക്കസ് റൈറ്റിൻ്റെ ഇൻ്റർഫേസിലേക്ക് വന്ന് ഇതെന്നാണ് പിന്നെ നമ്മുടെ PC-യിലേക്ക് ഐ മീൻ മാക് മിനിയിലേക്ക് റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് പിന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വേറെ യാതൊരു വിധത്തിലുള്ള എഡിറ്റിങ് കാര്യങ്ങളൊന്നും ഞാൻ ഇതിൻ്റെ അത് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ എഫക്ട്സ് ഒന്ന് നോക്കിയൊക്കെ. എഫക്ട്സ് ഇപ്പം ഇതിൻ്റെ അകത്തുള്ളത് 0-ലാണ് ഉള്ളത്. ഇനി എഫക്ട്സ് ഞാനൊന്ന് കൂട്ടി നോക്കുകയാണ്. എഫക്ട്സ് കൂട്ടുമ്പം തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സ്പീക്കർ കട്ട് ചെയ്ത് വെച്ചു. സ്പീക്കർ അപ്പോൾ സ്പീക്കർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എഫക്ട്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കൂടിക്കൂടി വരുന്നത് നമുക്ക് ഇതിൻ്റെ അത് കാണാൻ പറ്റും. മാക്സിമം എത്രയാ വരെ പോകും നോക്കാം. ഇതാണ് ഇത് മൊത്തത്തിൽ കട്ട് ചെയ്യാൻ. അപ്പം എഫക്ട്സ് കട്ട് ചെയ്ത് അപ്പോൾ എഫക്ട്സ് 0 ആക്കി. ഇനി നമുക്ക് മൈക്കിലേക്ക് നോക്കി നോക്കാം. മൈക്ക് കൂട്ടി വരികയാണ് ഞാൻ. അപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. 60 ഇപ്പോൾ ഉള്ളത്. 67, 76, 84 മാക്സിമം ഇതിൻ്റെ അകത്ത് സൗണ്ട് ലെവൽ വരുന്നത്. അപ്പം 84 വരുമ്പോൾ നമ്മൾ ചെറിയൊരു പിടുത്തം വരുന്നതാണ്. അപ്പോൾ അത് എനിക്കൊന്ന് ഇൻബിൽട്ടായിട്ട് കംപ്രസർ അല്ലെങ്കിൽ ലിമിറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കംപ്രസറോ അല്ലെങ്കിൽ ലിമിറ്ററോ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ DSP എടുത്ത് നോക്കിയാൽ മാത്രമേ അതിൻ്റെ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ എനിക്ക് DSP കണക്ട് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലെവൽ വരുന്നത്. നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നല്ല നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തതല്ലാണ്ട് വേറെ യാതൊരു വിധത്തിലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് നടത്തിയിട്ടില്ല. അപ്പം ഇത് സൗണ്ട് കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടിടത്തോളം വലിയൊരു കുഴപ്പമൊന്നുമില്ല, ഒരു പുതുമ തോന്നുന്നുണ്ട്. കാരണം ഒരു കെറോക്കെ മെഷീൻസ് ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ട് കണ്ടിട്ടുമില്ല, അധികം കണ്ടിട്ടൊന്നുമില്ല. നമ്മുടെ സാധാരണ ചെറിയ ഒരു എഫക്ട്സ് ഒക്കെ ഉള്ള എന്താ പറയുക കൊണ്ടു നടക്കാൻ പറ്റുന്ന ബാറ്ററി പവർഡ് ആയിട്ടുള്ള മൈക്കൊക്കെ വരുന്ന ബോക്സസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ആക്റ്റീവ് സ്പീക്കേഴ്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സറൗണ്ടിൽ നമുക്ക് കെറോക്കെ നടത്താൻ പറ്റിയ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സാധാരണ ഒരു സ്റ്റീരിയോ സംഭവം തന്നെ ഒരു മൂവി കാണുമ്പോൾ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് മൾട്ടി ചാനലായിട്ട് അല്ലെങ്കിൽ സറൗണ്ടിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കൊണ്ടുവച്ചാലും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സ്പീക്കറിൽ വെക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സംഭവം കൂടി ഉണ്ട് ഇതിൽ. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മൈക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിനിമം ഒരു 2 മൈക്കെങ്കിലും ജാക്ക് ഇൻപുട്ടിന് പകരം XLR ആക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൂടാതെ ഔട്ട്പുട്ടുകൾ വരുന്നത് മുഴുവനും XLRs ആണ്. അതായത് ഫ്രണ്ട്, റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ് അതൊക്കെ വരുന്നത് XLRs ആണ്. ഇൻപുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ 2 RC ഉണ്ട്. അതുകൂടാണ്ട് XLR ഔട്ട്പുട്ട്, സറൗണ്ട് ഔട്ട്പുട്ടൊക്കെ വരുന്നത് XLR ഔട്ട്പുട്ടാണ്. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാവുമോ എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം പുള്ളി ഇത് കാര്യമായിട്ട് നോക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് കൺസ്യൂമർ പ്രോഡക്റ്റ് ആയിട്ടാണ്. അതായത് വീടുകളിലേക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഒരു എന്താ പറയുക ഒരു പ്രൊഫഷണൽ രീതിയിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഈ ഒരു XLR ഔട്ട്പുട്ടിന് പകരം RC ഔട്ട്പുട്ട് ചേർന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. അപ്പോൾ ഭാവിയിൽ അത് എന്തെങ്കിലും അദ്ദേഹം മാറ്റം വരുത്തിയേക്ക് ആൾക്കാരുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം മാറ്റം വരുത്തുമെന്ന് ഞാൻ വിചാരിക്കും. ഇത്രയാണ് എനിക്ക് ഇതിലുള്ള അഭിപ്രായം. ഞാൻ ആദ്യമായിട്ടാണ് മൈക്ക് കണക്ട് ചെയ്ത് വെച്ച് നോക്കിയത്. പ്ലേബാക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, മൈക്ക് കണക്ട് ചെയ്തിട്ട് ഞാൻ മുമ്പ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് ആദ്യമായിട്ട് നിങ്ങളായിട്ട് സംസാരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മൈക്ക് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എഫക്ട്സ് എങ്ങനെയുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്, ഈ ട്യൂബ് വഴി പോകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളാണ് മനസ്സിലാക്കി നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാം. എങ്ങനെയുണ്ട് എന്ന സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം ഏതാണ്ട് ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാകുന്ന ശരി. ഞാനപ്പോൾ ഇതിൻ്റെ സറൗണ്ട് കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം അതിൻ്റെ ഉള്ള ഒരു സംവിധാനം ഇപ്പോൾ തൽക്കാലം എൻ്റെ സംഭവം ഇവിടെ 4 സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പക്ഷേ ഞാൻ സ്റ്റീരിയോ സെറ്റപ്പൊക്കെ ആയിട്ട് മാറ്റിയതാണ്. അത് മൊത്തത്തിൽ കേബിളിംഗ് ഒക്കെ മാറ്റി മടിച്ചിരുന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള ഒരു AVR വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. എന്തായാലും അത് വർക്ക് ചെയ്യാതെന്ന് ഒരിക്കലും, കാരണം ചൈന അതുപോലത്തെ ഉള്ള കൊറിയ അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ, ഫിലിപ്പീൻസ് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമേ ഞാൻ ഈ ഒരു സംഭവം അങ്ങനെ കാണാത്തതുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.